ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്തൊക്കെ സന്ദേശങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്നുള്ളതാണ്. എന്തൊക്കെ ഗൈഡൻസ്, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, അതിനെയൊക്കെ പറ്റിയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അപ്പം ഈ റീഡിംഗ് കാണുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം റീഡിംഗ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തൊക്കെയോ ചലഞ്ച് ഫേസ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിങ്ങൾ കുറേ നാൾ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ച കാര്യങ്ങളാണത്. എന്ന് വെച്ചാൽ പിന്നീട് ചെയ്യാം, നാളെ ചെയ്യാം എന്നൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കുറച്ച് ചലഞ്ചിങ് സിറ്റുവേഷനാണ്. എന്നാൽ പോലും നിങ്ങളത് ധൈര്യത്തോടെ നേരിടുന്നു എന്നുള്ളതായിട്ടാണ്. ചിലർക്കത് കോമ്പറ്റീറ്റീവായിട്ടുള്ള എക്സാം ഒക്കെയാണ്. നിങ്ങളെക്കൊണ്ടത് കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ, ആ ഒരു സിറ്റുവേഷനിൽ വിജയിക്കുന്നു എന്നുള്ളതാണ്. വിജയിക്കുന്നു എന്നതിലുപരി നിങ്ങൾ ആ കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ചിലർക്കത് ജോബായിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു പ്ലേസ് ഇങ്ങനെ മാറിപ്പോകുന്നതായിരിക്കാം. അങ്ങനെ പോവണ്ട അല്ലെങ്കിൽ മാറണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ വളരെയധികം ധൈര്യപൂർവ്വം അതിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ വിജയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഒരു വെല്ലുവിളിയെ നേരിടുന്നു എന്ന് തന്നെയാണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നേരിടുന്നതിലൂടെ തന്നെ നിങ്ങൾ കുറേ കൂടെ ശക്തരായി മാറുന്നു, കുറേ കൂടെ സ്ട്രോങ് ആകുന്നു. ഇമോഷണലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നിങ്ങൾ കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് മാറുന്ന സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ താല്പര്യങ്ങൾ, പ്രയോറിറ്റിയിലൊക്കെ മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ചില സാഹചര്യങ്ങളിലോടൊക്കെ ഡിറ്റാച്ച് ആകുന്നുണ്ട്, അകൽച്ച പാലിക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങളായിരിക്കാം, അതും അല്ലെങ്കിൽ ആൾക്കാരോടുള്ള ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് കുറഞ്ഞതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിങ്ങൾ പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനായിട്ടും ഒക്കെ കാണുന്നുണ്ട്. പുതിയ ആൾക്കാരെ, പുതിയ സാഹചര്യങ്ങളിൽ പോവുകയും പുതിയ അറിവുകൾ നേടുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയ തുടക്കമായിട്ട് നിങ്ങളുടെ ജീവിതം വീണ്ടും ഇങ്ങനെ എന്താ പറയുന്നത്, പുതുതായിട്ട് ഒരു ബേബി ഉണ്ടായതുപോലെ പുതിയ എല്ലാ കാര്യങ്ങളും പുതുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ചിലപ്പം നിങ്ങളൊരു പുതിയ ജോബ് സിറ്റുവേഷനിലോട്ട് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ആത്മാഭിമാനം തോന്നുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ മാറുന്നുണ്ട്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ആത്മാഭിമാനം തോന്നുന്ന തരത്തിലുള്ള കുറേ അച്ചീവ്മെൻറ്റ്സ്, അത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് തന്നെ ഭയങ്കര പ്രൗഡായിട്ട് സ്വയം തോന്നുന്ന സിറ്റുവേഷനിലോട്ട് നിങ്ങൾ എത്തുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനൊരു വലിയ മാറ്റം നടക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കത് കാണാൻ പോലും സാധിക്കുന്നുണ്ടായിരിക്കത്തില്ല. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ എന്താ പറയുന്നത്, അസൂയ തോന്നിക്കുന്ന വിധം ഉള്ള ഒരു മാറ്റം തന്നെയാണ്. നിങ്ങളെങ്ങനെ ഇങ്ങനെ മാറി എന്നുള്ളത് തരത്തിൽ ചുറ്റുമുള്ളവരാണെങ്കിലും നിങ്ങളോട് ജലസ് തോന്നുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനൊരു വലിയൊരു ഹയർ ആയിട്ടുള്ള ഒരു എനർജി ലെവലിലോട്ട് മാറുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ വിട്ടിട്ട് പോയ പഴയ നിങ്ങളുടേതായിട്ടുള്ള ഫ്രണ്ട്സോ അതും അല്ലെങ്കിൽ എന്താ പറയുന്നത് പാർട്ട്ണർ പോലുള്ള ആൾക്കാരോ നിങ്ങളെ തേടി വരാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റിൽ വരുന്നിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണലി അല്ലെങ്കിൽ എന്താ പറയുന്നത് മെൻ്റലി നിങ്ങളുടെ ചിന്താഗതി മൊത്തത്തിൽ മാറുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതം വളരെയധികം ഒരു പുതിയൊരു ലെവലിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു വേർഷനിലേക്ക്, ആ ഒരു പുതിയ ഒരാളിലേക്ക് നിങ്ങൾ കണക്റ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ തന്നെ കുറേ സൈൻസൊക്കെ കാണുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ റിപ്പീറ്റായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താ പറയുന്നത് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നേച്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സൈൻസ് കിട്ടുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് സൈൻസ് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ സൈനൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുന്നത്, അത് എന്തിനാണ് ഇങ്ങനെ എന്നെ കാണിക്കുന്നത് എന്നുള്ള തരത്തിൽ പറയരുത്. അതിനോട് താങ്ക് യു പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ നേരത്തെ റീഡിങ്ങിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതേപോലുള്ള സൈൻസ് കാണുന്നതൊക്കെ നിങ്ങളെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അവർ നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം നിങ്ങളും അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പം ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങളും സംസാരിക്കുമ്പം വീണ്ടും വീണ്ടും അത് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ
സാധ്യത കൂടുതലാണ്. അല്ലാതെ അത് വരുന്ന സമയത്ത് അയ്യോ ഇതെന്തിനാ എന്നെ കാണിക്കുന്നത് എന്ന് പറയുവാണെങ്കിൽ ചിലപ്പോൾ അത് പിന്നീട് കാണാൻ പറ്റിയെന്ന് വരില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഒരു മാറ്റത്തിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സയൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. അത് തീർച്ചയാണ്. നിങ്ങളൊരു മാറ്റത്തിലാണ്, മാറ്റത്തിൻ്റെ പാതയിലാണ് എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതും ആവാം. അപ്പോൾ അത് യാദൃച്ഛികമല്ല, അത് എല്ലാവരും കാണുന്നും ഉണ്ടായിരിക്കത്തില്ല. മനസ്സിലായോ? നിങ്ങൾ ആ ഒരു മാറ്റത്തിൻ്റെ പാതയിലായത് കൊണ്ട് തന്നെയാണ് നിങ്ങളത് കാണുന്നത്. നിങ്ങളിങ്ങനെ ഒരു വലിയ മാറ്റത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ലെവലിലും മാറ്റം വരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പാസ്റ്റിലുള്ള ആൾക്കാർ നിങ്ങളെ തേടി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതും അല്ലെങ്കിൽ എന്താ പറയുന്നത്, പുതിയ ആയിട്ടുള്ള ആൾക്കാരെ, നിങ്ങളുടെ ആ ഒരു എനർജി ലെവലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ, നിങ്ങളുടേതായിട്ടുള്ള ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മേ ബി നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് ഭയങ്കര ഒരു ഹൈ ലെവൽ ഓഫ് സന്തോഷമായിരിക്കും, സ്നേഹമാണെങ്കിലും. അതേപോലെ നിങ്ങൾ ദേഷ്യമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഡിവൈൻ തരുന്ന ഒരു സന്ദേശം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലോ ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തന്നെ പറയുന്നു. ഞാൻ അത് പറയുന്നതെന്ന് വെച്ചാൽ ഇമോഷണലി അവർ പറയുന്ന കാര്യങ്ങളിൽ വലിയ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവിടെ കൊടുക്കണ്ട എന്ന് തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരോടും നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇടുന്ന സ്വഭാവമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആൾക്കാരോട് മാത്രം ഷെയർ ചെയ്താൽ മതിയെന്നും യൂണിവേഴ്സ് നിങ്ങളോട് അതൊരു മുന്നറിയിപ്പായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ജലസ് ആയിട്ടുള്ള, അസൂയപ്പെടുന്ന കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. അപ്പം നിങ്ങളുടെ ഈ പുതുതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു ബ്ലോക്കേജ് ഉണ്ടാവാനും കാരണമാവും. നിങ്ങൾ അത്രയും അടുത്തുള്ള ആൾക്കാരോട് മാത്രം പറയുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് ഒരു ഡിറ്റാച്ച്മെൻറ്റ്, കുറച്ച് അകലം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്, നിങ്ങൾ സ്നേഹം കൊണ്ട് അറിയപ്പെടുന്നുണ്ട്. അതും അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് തീർച്ചയാണ്. നടക്കത്തില്ല, കാണത്തില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരെ ചിലപ്പോൾ മീറ്റ് ചെയ്യാനോ അതും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നിന്നുള്ള ആരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഇൻറ്റൻഷൻ എന്തോന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കതൊരു വാണിംഗ് പോലെ ഒരു യൂണിവേഴ്സ് നൽകുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ്. നിങ്ങൾ കുറേ കൂടെ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കുക. കാരണം അവരെന്തുവാ പറയുന്നത് എന്ന് കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാവൂ. അവരുടെ യഥാർത്ഥ ഇൻറ്റൻഷൻ, ഉദ്ദേശമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രതികരിക്കാവൂ. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള വാണിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.